ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഇന്ന് വ്യാഴാഴ്ച വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു പരസ്പര സ്നേഹ കൂട്ടായ്മയുണ്ടാകും. ഈശോ പറഞ്ഞ വചനം നമുക്ക് ഒന്ന് ധ്യാനിക്കാം. പ്രകാശമാകുന്ന ദൈവം, ദൈവപ്രകാശം, രക്ഷകനായ ഈശോ, ആ പ്രകാശം നമ്മളിലുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ പ്രകാശം നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ഫസ്റ്റ് ഹോളി കമ്മണിയിലൂടെ, നിരന്തരമുള്ള വിശുദ്ധ കുർബാനയും ശരീര മനസ്സ് ആത്മാവിൻ്റെ പരിശോധനയിലൂടെ നമ്മൾ പ്രകാശിതരാക്കി മാറ്റാൻ കഴിവുണ്ട്. ദൈവത്തിന് ഉണ്ട്. പക്ഷേ നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മളെല്ലാവരും ബലഹീനരാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വീണു പോകാൻ, ഒരിക്കലും പാവത്തിലേക്ക് പോകാൻ ദൈവം അനുവദിക്കില്ല. ഈശോ അതിനെ അനുവദിക്കില്ല. ഒരു യാചകനെ പോലെ നമ്മുടെ പിന്നാലെ വരും. അത് പാടില്ല, ചെയ്യരുത് എന്ന് കേട്ടോ. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? യാചകനെ പോലെ നമ്മളോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കെഞ്ചാണ്, എന്നിട്ടും കേൾക്കുന്നില്ലേ. പക്ഷേ കുറച്ച് ആത്മീയത നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും പവർ, ടോപ്പ്. ഒരിക്കലും ഇല്ല. നമുക്ക് നമ്മുടെ പാവങ്ങളോർത്ത് പശ്ചാത്തപിക്കാം, മാപ്പ് ചോദിക്കാം. എൻ്റെ ദൈവമേ, അങ്ങാകുന്ന പ്രകാശത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഈശോയെ. പ്രകാശമാകുന്ന ദൈവമേ, അങ്ങയുടെ ദൈവപ്രകാശം, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം, ദൈവ സാന്നിധ്യം എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ തൊഴിലിന്, ഞാനിപ്പോൾ കർത്താവെ ഞാൻ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ, തൊഴിലിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്ന തടസ്സങ്ങൾ, ബിസിനസ് പരമായി അല്ലെങ്കിൽ കൃഷിപരമായി, വാഹനം ഓടിക്കുമ്പോൾ, തൊഴിൽ ചെയ്യുമ്പോൾ, കടലിൽ പോകുമ്പോൾ, എന്തു തന്നെ മേഖലകളായിരുന്നാലും എൻ്റെ ഈശോയെ അങ്ങേക്കറിയാമല്ലോ ഞാനിപ്പോൾ കടന്ന് പെടുന്ന പങ്കപ്പാട്, എൻ്റെ പങ്കപ്പാട് അങ്ങേക്കറിയാലോ. മക്കളെ, ഞാനിത് പറയുമ്പോൾ ദർശനം തരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പങ്കപ്പാട് ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജാണ്. നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ, ഇപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ ഭയങ്കര കഷ്ടപ്പെട്ട് കിടന്ന ഒന്നും കൊണ്ടും ഒരു പ്രയോജനമില്ല, എന്നിട്ട് ഒരു സമാധാനമുണ്ട് ഇല്ല. എൻ്റെ മക്കളെ, ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ആത്മാർത്ഥതയോടെ ബ്രദർ പ്രാർത്ഥിക്കാറുള്ളൂ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഈ ഭാവിയായ എനിക്ക് ഒരു ദർശനം കാണിച്ചു തന്ന മക്കളെ, നിങ്ങൾ ഇത് കേൾക്കുന്നവർക്കുള്ളതാണ്, ഇത് ധ്യാനിക്കുന്നവർക്കുള്ളതാണ്, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവർക്കുള്ളതാണ്. നിന്റെ പ്രതിസന്ധികൾ ഏതായിരുന്നാലും അതിൽ നിന്നൊരു മാറ്റം ദൈവം തരാൻ പോവുകയല്ല. ഓൾറെഡി ഒരു ബന്ധനം അഴിഞ്ഞേക്കണത് എനിക്ക് കാണിച്ചു തന്നത്, ഒരു പൂട്ട് തുറക്കപ്പെട്ടതായിട്ട് എനിക്ക് കാണിച്ചു തന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് മോളെ, നീ ഒന്ന് ചിന്തിച്ചേ. എനിക്ക് മക്കളില്ലാത്ത എൻ്റെ അവസ്ഥയിൽ അത് മാറിയിട്ട് എനിക്ക് എൻ്റെ ദൈവം മക്കളെ തരുന്നു. എൻ്റെ കടഭാരമായിട്ട് വേദനിക്കുന്ന ഈ അവസ്ഥയിൽ അത് മാറ്റിയിട്ട് എൻ്റെ കടഭാരം കർത്താവ് മാറ്റുന്നു. സമാധാനമില്ലാത്ത എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ആ സമാധാനക്കേട് മാറ്റി എൻ്റെ ദൈവം എനിക്ക് സമാധാനം തരും. കാരണം അവൻ യെശയ്യാ 9:6 പറയുന്നുണ്ട്, 6 മുതൽ ഉള്ള വചനത്തിൽ പറയും, അവൻ സമാധാനത്തിൻ്റെ രാജാവാണെന്ന്. അവനല്ലാതെ, യേശുവിനല്ലാതെ വേറെ ആർക്കും സമാധാനം തരാൻ ലോകത്ത് സാധ്യമല്ല. ഈശോ പറയുന്നു, ഈശോ ചോദിക്കുന്നു, അപ്പനത് കേൾക്കുന്നു. അപ്പനാപ പിതാവ്, അപ്പനാകുന്ന സർവശക്തനായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവായ ദൈവം, ത്രിത്യേക ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാലും നമ്മളെല്ലാവരും അനുഗ്രഹമായി മാറട്ടെ. മക്കളെ, 4-ാം തീയതിയാണ് താമസിച്ചുള്ള ധ്യാനം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ കുടുംബടക്കം വരിക. പിള്ളേർക്കുള്ള ധ്യാനവും വലിയവർക്കുള്ള ധ്യാനമാണ് കൂടുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര റിസൾട്ടല്ലേ അവിടെ കിട്ടുന്നത്, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അവർ ഈ വർഷം നന്നായിട്ട് പഠിക്കും,
പഠിക്കാനുള്ള ഒരു നല്ലൊരു അറിവും നല്ലൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാം ദൈവം നൽകും. അടുത്ത ഞായറാഴ്ച വൺഡേ ധ്യാനമുണ്ട് കേട്ടോ. പതിവ് പോലെ വരിക. താമസമുള്ള ധ്യാനത്തിൽ നിങ്ങളൊന്ന് ബഥേൽ മാതാവിൻ്റെ ടീമിന് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചു നോക്കിക്കേ. ഒരു ജപമാല ചൊല്ലി നോക്കിക്കേ. വേണ്ട, ഒരു 10 മണി ജപമാല ബഥേൽ മാതാവിൻ്റെ ടീമിന് വളർച്ചയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവൂ. ഒരു രഹസ്യം ഞാനിത് തന്നെ ഒരു രഹസ്യമല്ലേ പരിശുദ്ധാത്മാവ് ബ്രദറിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു 10 മണി ഒരു രഹസ്യം വൈദികർക്കും ബ്രദറിനും, ജോസ് തോമസ് ബ്രദറിനും, അതാണ് എൻ്റെ പേര് കേട്ടോ, ജോസ് തോമസ് ബ്രദറിനും ടീം മെമ്പേഴ്സിനും അവിടെ 4-ാം തീയതി 31-ാം തീയതിയിലത്തെ വൺഡേക്കും 4-ാം തീയതിയിലത്തെ താമസമുള്ള ധ്യാനത്തിലേക്കും ദൈവം ആഗ്രഹിക്കുന്ന മക്കളുടെ തടസ്സങ്ങൾ മാറി എല്ലാ അനുഗ്രഹം നൽകി അവരവിടെ ധ്യാനത്തിലേക്ക് കടന്നു വരുവാനും അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് മക്കളെ നിങ്ങളൊരു രഹസ്യം ഒന്ന് ചെല്ലി നോക്ക്. എത്ര ദിവസം ഒരു 21 ദിവസം നിങ്ങളൊന്ന് ഒരു രഹസ്യം ചൊല്ലി നോക്കിക്കേ. ബ്രദറിനും നമ്മുടെ ടീം മെമ്പേഴ്സിനും ധ്യാനകേന്ദ്രത്തിനും ഈശോ ആഗ്രഹിക്കുന്ന മക്കൾ അവിടെ എത്താൻ വേണ്ടി ഒരു 21 ദിവസം പ്രാർത്ഥിച്ചു നോക്കിക്കേ. 21 ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്ന, അത് കഴിയുമ്പോഴല്ല, തുടക്കത്തിൽ തന്നെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അന്ന് തന്നെ ദൈവം അനുഗ്രഹിക്കും. ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ, സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് നിന്റെ ദൗത്യമാണെന്നും ഇത് നിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിച്ച അന്ന് മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ 21 ദിവസം കഴിഞ്ഞാൽ വീണ്ടും 21, അങ്ങനെ അങ്ങ് പോകും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, ഇത് കേൾക്കുന്ന മക്കൾ, കർത്താവേ എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന മക്കളെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈശോയെ നന്ദി. അത്ഭുതങ്ങൾ അടയാളം നടത്തണമേ. കേൾക്കുന്നവരുടെ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കൾ, കഷ്ടപ്പെടുന്ന മക്കൾക്ക് ഇത് കേൾക്കാൻ അവസരം നൽകുന്ന അങ്ങയുടെ മക്കളെ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാനുടെ അപേക്ഷ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.